KYCയുടെ മെസ്സേജ് വരുന്ന കസ്റ്റമേഴ്സിന് KYC എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. KYC ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. കസ്റ്റമർ പോർട്ടലിൽ ലോഗിൻ ചെയ്യാനായിട്ട് ഗൂഗിളിൽ പോയിട്ട് SBI ബാങ്ക് ഫാസ്ടാഗ് കസ്റ്റമർ ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ യൂസർ ഐ ഡിയും, ഇതൊരു നോട്ടിഫിക്കേഷൻ ബോക്സ് ആണ്, അത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. യൂസർ ഐ ഡിയുടെ അവിടെ നമ്മളുടെ ഫാസ്ടാഗായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം. പാസ്വേഡിൻ്റെ അവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടുള്ളവർ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് അറിയാത്തവർ യൂസർ ഐ ഡിയുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ക്യാപ്ച കൊടുക്കണം. എന്നിട്ട് ഫോർഗെറ്റ് പാസ്വേഡിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സോഫ്റ്റ് പിൻ വരും, അത് വെച്ചിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് കയറാം. പാസ്വേഡ് അറിയാവുന്നവർ യൂസർ ഐ ഡി മൊബൈൽ നമ്പർ കൊടുക്കുക. പാസ്വേഡിൻ്റെ അവിടെ നമ്മുടെ സെറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ ആയി കഴിയുമ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മുടെ പ്രൊഫൈലാണ് കംപ്ലീറ്റ് ഫാസ്ടാഗിൻ്റെ A to Z എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിലുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, റീചാർജ് ചെയ്യാം, വെഹിക്കിൾ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ KYC ചെയ്യാനായിട്ട് KYC അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് മന്ത്ലി ലിമിറ്റ് 10,000 ആയിരിക്കും. 10,000 കൂടുതൽ വേണ്ട കസ്റ്റമേഴ്സ് ആണെന്നെങ്കിൽ ഫുൾ KYC ചെയ്യേണ്ടി വരും. ബട്ട് ഒരു മാസം 10,000 മതി എന്നുള്ളവർ ഈ KYC ചെയ്താൽ മതി. ഈ ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ സക്സസ് യുവർ റിക്വസ്റ്റ് ഫോർ എനേബിളിംഗ് മിനിമം ഡീറ്റെയിൽസ് ഓഫ് ഫാസ്ടാഗ് സക്സസ്ഫുള്ളി പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ KYC നമ്മൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്താൽ മതി KYC ചെയ്യാനായിട്ട്.